ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. ഞാനപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇക്കു ഡ്യൂട്ടിക്ക് പോയിട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതേ പഴം വാട്ടിയത്, പിന്നെ മുട്ട പുഴുങ്ങിയത്, പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആൽമണ്ട്സ് ആണ് ഇട്ടുള്ളത്. പിന്നെ അതിൽ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഹോർലിക്സ്. ആക്ച്വലി ഈ ഡേ ഇൻ മൈ ലൈഫിൽ കൂടുതലും ഫുഡ് കഴിക്കണതാവും ഉണ്ടാവുക. കാരണം ഡെലിവറിക്ക് ശേഷം നമ്മൾ പല ടൈപ്പിലുള്ള മരുന്നുകളും പിന്നെ കുറേ ടൈമിലായിട്ട് ഫുഡൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഫുൾ ഡേ റുവ ബേബിയുടെയും പിന്നെ അയൻ ബേബിയുടെയും വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതേ രാവിലെ ഞാൻ ഈ ഫുഡൊക്കെ കഴിക്കാൻ എണീക്കുന്ന ടൈമിൽ 2 ബേബീസും സുഖമായി കിടന്ന് ഉറങ്ങണം കേട്ടോ. ദേ റുവ ബേബിയും അയൻ ബേബിയും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ പിന്നെ ഫുഡ് കഴിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുറച്ച് ടൈം ഒന്ന് കിടന്ന് ഉറങ്ങും. അതിന് ശേഷം എണീച്ചിട്ട് പിന്നെ അതേ എണ്ണ തേക്കൽ പരിപാടിയാണ്. കുളിക്കാൻ പോണതിന് മുന്നായിട്ട് എണ്ണ തേക്കും, പിന്നെ കഞ്ഞി കുടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ ഉമ്മ എണ്ണയൊക്കെ തേച്ച് തല മസാജ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ കഞ്ഞി കുടിക്കുന്ന ടൈമായി. ഇതാണ് മരുന്ന് കഞ്ഞി. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചേന ഉപ്പേരിയും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഞാൻ കഴിക്കണം കേട്ടോ. ഇത് എന്തൊക്കെയോ സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള കഞ്ഞിയാണ്. അങ്ങനെ മരുന്നിൻ്റെ ആ ഒരു മിക്സ് കിട്ടണതാണ് പൊടിയായിട്ട്, അത് വെച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ദേ റുവ ബേബി റുവ ബേബി ഇപ്പോൾ എണീച്ച് അപ്പം തന്നെയുള്ള പണിയാണ് ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് കുടിക്കുക എന്നുള്ളത്. അപ്പോൾ അതേ ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവൾ എണീക്കുമ്പോഴത്തേക്കും. അപ്പോൾ എണീച്ച് വരുമ്പോൾ തന്നെ നോക്കും. അങ്ങനെ അതാദ്യം കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഞ്ഞി കുടിക്കുമ്പോൾ എൻ്റെ മടിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കയ്യിലുണ്ടാ തിന്നോ? തിന്നോ? ആരാ തന്നത് റുവാക്ക് എഗ്ഗ്? ആരാ തന്നത്? ഉമ്മയാണോ? ഉമ്മയാണോ തന്നത്? നോക്കട്ടെ റുവ ഗുഡ് ഗേൾ ആണോ? എഗ്ഗ് തിന്നണുണ്ടാ നോക്കട്ടെ. പിന്നെ ഇതേ അയിന് ബേബിക്ക് വൈറ്റമിൻ ഡിയുടെ ഈ ഒരു ഡ്രോപ്സ് കൊടുക്കാനുള്ള ടൈമായിട്ടാണ്. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. ഒറ്റ ഡ്രോപ്പാണ് ടൈറ്റിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ തൈലവും പിന്നെ മഞ്ഞളും കൂടിയിട്ടുള്ള മിക്സാണ് കേട്ടോ മേത്ത് തേക്കുക. അപ്പോൾ ഇതാണ് ആ തൈലം, ധാന്യന്തര തൈലം. പിന്നെ മഞ്ഞളും തൈരും കൂടിയിട്ട് മുഖത്ത് തേക്കാനാണ്. പിന്നെ ഈ ഒരു കടലമാവിൻ്റെ മിക്സ്, കടലമാവും വെള്ളവും കൂടിയിട്ടുള്ളത്, അത് തേച്ചിട്ടാണ് കേട്ടോ കഴുകി കളയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതേ താത്തയും ചിയാമും ചീതും കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവരെന്നും ക്ലാസ് കഴിയുമ്പോൾ ഇങ്ങനെ ഇവിടെ കയറാറുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഇതേ ബേബിനൊക്കെ എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേബി എവിടെ? ഉറക്കം വരുന്നുണ്ടോ ബേബിക്ക്? കുടിക്ക് ഗുഡ് ഗേൾ ആയിട്ട് കുടിക്കും. റുവാക്ക് ഫുഡ് കൊടുക്കണ ബഹളാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അവൾക്കിപ്പോൾ ഒന്നും കഴിക്കാൻ വേണ്ട, കഴിക്കാനൊക്കെ ഭയങ്കര മോശമായിരിക്കണം കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ കഴിപ്പിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് താത്താടെ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, ചിയാമോൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തേത്. അപ്പോൾ പിന്നെ അത് കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ ഇതേ ബേബി ഉറങ്ങണുണ്ട്. ഇക്കുതേ റുവ ബേബീനെ തൊട്ടിയിൽ കിടത്തിയിട്ട് ആട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട്, ഉച്ചക്കലത്തെ ഉറക്കം. അപ്പോൾ ഞാൻ ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഫസ്റ്റ് മരുന്ന് കഴിക്കണത്. ഇത് ഉള്ളിലേഹിയാണ്. അപ്പോൾ ഇതെല്ലാതും ഉമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ച് പിന്നെ ഇതേ റുവ ബേബിക്ക് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും വിശന്നിട്ടാ. അപ്പോൾ ഇതേ ചായയിൽ മുക്കിയിട്ട് റസ്ക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
കഞ്ഞി മര്യാദക്ക് കുടിക്കാണ്ട് മറ്റാൾക്ക് വിശപ്പായി. പിന്നെ ഒരു നോമ്പ് തുറക്കണ ടൈമൊക്കെ ആയി. പിന്നെ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി ഓരോ ഐറ്റംസിൻ്റെയും റെസിപ്പി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിക്കൻ വെച്ചിട്ടുള്ളൊരു റോള്, പിന്നെ പഴം വെച്ചിട്ടുള്ളതാണ് ഒരു ഐറ്റം, പിന്നെ ബ്രെഡ് വെച്ചിട്ട് ഒരു പുഡിങ് പോലെയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പൊക്കെ തുറക്കുകയാണ്. നോമ്പ് തുറക്കൽ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ മരുന്ന് കഴിക്കണത്. ഇത് മറ്റേ ചതൂപ്പ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റമല്ലേ, അങ്ങനത്തെ ലേഹിയാണ്. അപ്പോൾ അത് കഴിച്ച് പിന്നെ ഇതേ റുവ ബേബി എൻ്റെ കയ്യിൽ കിടന്ന് ഉറങ്ങിയിട്ടാണ് കുറച്ച് ടൈം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ചിപ്സും അതുപോലെ ചോക്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അതൊക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ രാത്രി ആയപ്പോൾ റുവ ബേബിക്ക് കഞ്ഞിയും പിന്നെ ചിക്കൻ കറിയിലത്തെ ചിക്കനും കൂട്ടിയിട്ടുണ്ട് കൊടുത്തത്. വേറെ ചോറും കാര്യങ്ങളൊന്നും കഴിക്കലില്ല, അത് കാരണം കഞ്ഞിയാണ് ഇപ്പോൾ ആളുടെ മെയിൻ. ഓ ഇങ്ങനെ വെള്ളപ്പം, ചിക്കൻ കറി, ബീഫ് റോസ്റ്റൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ രാത്രിക്കലത്തെ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അണ്ടിയുണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്ത് കഴിച്ച് അത്രയൊക്കെയാണ് അന്നത്തെ ഒരു ഡേ വ്ളോഗ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എണീച്ചിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഈ ഒരു വ്ളോഗിൽ കൂട്ടാന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.